റോക്കി, സാനികൈതം എന്ന കിടിലൻ സിനിമകൾ സംവിധാനം ചെയ്ത വളരെയധികം അൺറേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധായകനാണ് അരുൺ മാതേശ്വരൻ. ഇനി അദ്ദേഹത്തിനെ അൺറേറ്റഡ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ പൊങ്കലിന് ക്യാപ്റ്റൻ മില്ലർ എന്നുള്ള സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ധനുഷാണ് നായകനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സിനിമ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. റിവ്യൂയിലേക്ക് പോകാം. ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 12 അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ക്യാപ്റ്റൻ മില്ലർ. ധനുഷ് നായകനായ ചിത്രത്തിൽ ശിവരാജ് കുമാർ, പ്രിയങ്ക മോഹൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ട്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഹെവി ഐറ്റമാണ്. ഒരു ചൊല്ല് ഞാൻ പറയാം, പയ്യെ തിന്ന പനയും തിന്ന എന്ന് പറഞ്ഞ ചൊല്ല് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ സിനിമ ആദ്യം സ്ലോ ബേസിലാണ് കഥ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ആക്ഷൻ ഇതൊന്നുമില്ല, സ്ലോ ബേസിൽ ആ സ്റ്റോറി എത്തുന്നവരെ വരെ അല്പം ഉറക്കമെങ്കിലും വരണമെങ്കിലും ആ ഫസ്റ്റിലെ ഇൻ്റർവെൽ ബ്ലോക്ക് ഒരു രക്ഷയില്ല. രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രോമാഞ്ചിഫിക്കേഷൻ. ആ മേക്കിംഗ് ആയാലും ആ ഗൺ ആക്ഷൻ സീക്വൻസ് ആയാലും വേറെ ലെവൽ എക്സ്പീരിയൻസ്. പിന്നെ സെക്കൻഡ് ഹാഫ് തൊട്ടാണ് ഈ സിനിമ എന്താണെന്ന് കാണിച്ചു തരുന്നത്. കാരണം വെച്ചാൽ ഫുള്ളും വെടി പുക അത് മാത്രമേ ഉള്ളൂ. കാരണം കൈ വെച്ച് ഇടിയൊന്നുമില്ല, കുറവാണ്, വെട്ടൊക്കെ കുറവാണ്, ഫുൾ ഗൺ ഷോട്ടുകളാണ് എല്ലാം. പിന്നെ വൺ ഷോട്ടുകളും ഉണ്ട്. ഒരു മാരക സാധനം തന്നെ മാരക സാധനം. സാധാരണ ഞാൻ പറഞ്ഞുതരാം, ഒരു വാർ ഡ്രാമ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ക്യാപ്റ്റൻ മില്ലർ. ഈ ധനുഷ് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ നല്ല ആക്ഷൻസ് എന്നും പറഞ്ഞ് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ പണിപാളും. അതിൻ്റെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ സ്ലോ ബേസിൽ പോയി തുടങ്ങും. നിങ്ങളുടെ മൂഡനുസരിച്ചിരിക്കും. നല്ല മൂഡാണെങ്കിൽ കിട്ടിലൊരു സിനിമ നിങ്ങൾക്ക് വരും. പക്ഷേ ഉറക്കം വന്നൊരു മൂഡൊക്കെ ആണെങ്കിൽ സിനിമ നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് തോന്നുകയുള്ളൂ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് സിനിമ നല്ല രീതി ഇഷ്ടപ്പെട്ടു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ മേക്കിംഗ് ആയാലും ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ആയാലും ഗംഭീര സാധനം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊരു ജാതി സംസാരിക്കുന്ന സിനിമയാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഈ ബ്രിട്ടൻകാർ നമ്മളെ അടിമത്തത്തിനെ പിടിച്ച് ഇട്ടിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അടിമകളായിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരന്മാരെ. അപ്പം നമ്മുടെ സാധനങ്ങൾ കൊള്ളയടിച്ചതിന് ശേഷം ഇവർ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന കൊള്ളക്കാരൻ ഇതെല്ലാം കൊള്ളയടിച്ച് നേരെ ജനങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കൊള്ളക്കാരനും കൂടെയാണ്. അങ്ങനത്തെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. അത് ഇവർ കാരണം തന്നെയാണ് ആയതും. ചില രാജാക്കന്മാർ കീഴ് ജാതിക്കാരെ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ അവരെ അടിമകളായിട്ട് കാണുകയും ചെയ്യും. പക്ഷെ അവരെ പൈസ വേണേയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ധനുഷ് ഇതിനെ എല്ലാത്തിനും പ്രതികരിക്കുന്നത്. അവരെ ജനങ്ങളെ സംരക്ഷിക്കാനും അവരെ ക്ഷേത്രത്തിലോട്ട് കയറ്റാനും അവരുടെ ടെറിട്ടറി സംരക്ഷിക്കാനുമാണ് ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അരുൺ മാതേശ്വരൻ നല്ല പ്രസൻറ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ. പിന്നെ പ്രിയങ്ക മോഹനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ലവ്ലി ക്യാരക്ടർ അല്ല. ആ ക്യാരക്ടർ ഗംഭീരമായിട്ട് അരുൺ മാതേശ്വരൻ മറന്നിട്ടില്ല. കാരണം നല്ല ആക്ഷൻ സീക്വൻസ് അവർക്കും കൊടുത്തിട്ടുണ്ട്. അവരെ മാക്സിമം പെർഫോമൻസിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ശിവരാജ് കുമാർ ഹൈ പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്ത ക്യാരക്ടർ കിട്ടില്ല സംഭവങ്ങൾ തന്നെയാണ്. ഞാൻ വിചാരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ ആക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ എൻട്രി കൊണ്ടിരുന്നത്. അത് കിട്ടില്ല വരുന്നു. ഒരു രക്ഷയില്ല. കാരണം വെച്ചാൽ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എനിക്ക് എടുത്തു നോക്കുമ്പോൾ സിനിമ അടിപൊളി സിനിമ തന്നെയാണ്. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സമ്മതിക്കണം. അരുൺ മാതേശ്വരൻ എങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബോംബേറും വെടിവെപ്പും പല ഗണ്ണുകൾ ഷോട്ടും എന്തൊക്കെ സംഭവങ്ങളാണെന്നോ ഇദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു മാഡ്നെസ്സാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു വയലൻസ് ഉണ്ട്, നല്ല വയലൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് അരുൺ മാതേശ്വരൻ സംവിധാനം ചെയ്ത ക്യാപ്റ്റൻ മില്ലർ ധനുഷ് നായകനായ ചിത്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ധനുഷിൻ്റെ പെർഫോമൻസ് അത് ടോപ്പ് നോച്ച് സംഭവമാണ്. അദ്ദേഹം ഒരു സിനിമ ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അദ്ദേഹം അങ്ങ് നോക്കിക്കൊള്ളും. അദ്ദേഹം ഒരു ലെവലും പൊങ്ങണല്ലാതെ താഴത്തില്ല. അത് ഒരു പ്രോമിസാണ്, ആ ബ്രാൻഡിൻ്റെ ഒരു പ്രോമിസാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.